നമുക്ക് ആത്മാവുണ്ട്. അങ്ങിലും എന്നിലും എല്ലാം അപാരമായി, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപാരമായ സ്കില്ലും ശക്തികളും ഉള്ളവരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ കർമാസ് നമ്മളെ ചില വ്യക്തികളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, മുൻജന്മം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കർമാസിനെ മൊത്തവും നമുക്ക് പ്യൂരിഫൈ ചെയ്ത് നമ്മളെ ഇൻഫിനിറ്റീവ് ബീയിങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ആക്ച്വലി. ഈ ആളുകളുടെ കൈകൾക്ക് എന്തെങ്കിലും പ്രത്യേക പവറുകളുണ്ടോ? നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ നമുക്ക് ആക്സസ് പവർ ഉപയോഗിക്കാൻ കഴിയും. ഉറപ്പായിട്ടും കഴിയും. പോലെ ചിന്തിക്കുന്നതും നടത്തുന്നതും എല്ലാം പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഡോക്ടർ ആസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ, അതായത് പുള്ളിക്കാരത്തി ഫിസിഷ്യനാണ്, ഇന്റഗ്രേറ്റഡ് മെഡിസിനിൽ ഫിസിഷ്യൻ ആയിട്ടുള്ള അവർ നടത്തിയ സ്റ്റഡിയിൽ പ്രകാരം ആക്സസ് ബാർ ചെയ്യുന്നതിന് മുമ്പും ശേഷം ഉള്ള എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഒരു ഇലക്ട്രിക് മോഡാണ്. അതുപോലെ തന്നെ ഹാർട്ടും ഒരു ഇലക്ട്രിക് മോഡാണ്. അതായത് ഈ ഹാർട്ടും ബ്രെയിനും തമ്മിലുള്ള ഇലക്ട്രിക് മോഡ് ഒരേ പാറ്റേണിൽ ഒരേ സിങ്കിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശ്വസന പ്രക്രിയ കറക്റ്റ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് കറക്റ്റ് ആകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയത്തിന്റെ ചംക്രമണവും നമ്മുടെ തലച്ചോറിന്റെ ചംക്രമണം, അതായത് അതിന്റെ പ്രവർത്തി ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എന്ന് പറയും. ആ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ഒരുപോലെ വർക്ക് ചെയ്യുമ്പോഴേ ഒരു വ്യക്തി രക്ഷപ്പെടത്തുള്ളൂ. അതാണ് ആക്സസ് പവർ. അത് ഈ പ്രോസസ്സിലൂടെയാണ് ആക്സസ് രക്ഷപ്പെടുന്നത്. ഈ ആളുകളുടെ കൈകൾക്ക് എന്തെങ്കിലും പ്രത്യേക പവറുകളുണ്ടോ? കാരണം പലപ്പോഴും ഹീല് ചെയ്യുമ്പോൾ നമ്മൾ ടച്ച് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ മറ്റൊരാൾ ടച്ച് ചെയ്യുമ്പോൾ അവരിൽ ഒരു ഊർജം ഉണ്ടാകാൻ ഇപ്പുറത്തിരിക്കുന്ന ആളുകളുടെ അവർക്ക് എന്തെങ്കിലും ശക്തി വേണം. നമ്മളെല്ലാവരും ശക്തിയുള്ളവരാണ്. ഇതാണ് തെറ്റിദ്ധാരണ. അതായത് ഇപ്പൊ നമ്മൾ ധാരണ പറഞ്ഞാൽ ഇപ്പം ട്രേക്ക് അങ്ങനെ പോകുമ്പോൾ ഞാനാണ് ഭയങ്കര സംഭവം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷെ ആളുകൾക്ക് ഇപ്പോഴും ചിന്തയുണ്ട്, ഇതെല്ലാം ഒരു രഹസ്യ വിദ്യയാണ്, ഇത് പഠിച്ചവർക്കാണ് ഇതിന്റെ ശക്തി ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പം മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് പോകുന്നത്. ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം അവർക്കൊരു പ്രത്യേക പവർ ഉണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ശക്തിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. അതാണ് തെറ്റിദ്ധാരണ. ആക്സസ് പറയുന്നത് വി ഓൾ ആർ ആൻ ഇൻഫിനിറ്റീവ് ബീയിങ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊക്കെ ഓരോരോ പ്രായങ്ങൾ കഴിഞ്ഞു വന്ന വ്യക്തികളാണ്, ശരിയല്ലേ? അപ്പൊ നമ്മളിപ്പോ ഞാനൊരു കഥയിലേക്കാണ് വരുന്നത്, ചില കഥയായിട്ടാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു 10-14 വയസ്സിന് മുമ്പുള്ള നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ ചെറുപ്പകാലം, അതായത് നമ്മളൊരു 4-5 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സിലൂടെ നമ്മൾ കടന്നുപോയ ഓരോ ജീവിത സാഹചര്യങ്ങളുണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ എൻ്റെ എല്ലാ കുട്ടികളുടെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പണ്ട് സൈക്കിളൊക്കെ ഉപയോഗിക്കാറുണ്ട്. സൈക്കിളൊക്കെ ഓടി നടന്നിട്ട് തലയും കുത്തി വീണു, അതിനുശേഷം വീണതിന് ശേഷം 2-3 സ്റ്റിച്ച് ഇട്ടിട്ട് ആശുപത്രി പോയിട്ട് വന്നതിന് വീണ്ടും നമ്മൾ ആ സൈക്കിളൊക്കെ ഉപയോഗിക്കും. പക്ഷേ നമ്മൾ 14 വയസ്സിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണിക് ചേഞ്ചസ് വരുമ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് ഇമോഷണലി മെൻ്റലി നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അതായത് ആ വ്യക്തികൾ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതലും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നെ ഫോക്കസ് പലർക്കും കുറയാറുണ്ട്. അത് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരുടെ ഫോക്കസിലേക്ക് പോകാറുള്ളൂ. അങ്ങനെയാണ് പലരും ജീവിതത്തിൽ സക്സസ് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതിന് ഉത്തരം പിടികിട്ടിയോ? വി ഓൾ ആർ ആൻ ഇൻഫിനിറ്റീവ് ബീയിങ് എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങയും നമ്മൾ ഇവിടെ ഇരിക്കുന്ന സർവ്വ ചരാചരങ്ങളും എല്ലാം ഈശ്വരന്റെ പ്രിയപുത്രന്മാരാണ്. എല്ലാവർക്കും അപാരമായ സ്കില്ലുകളുണ്ട്. പക്ഷേ അവനവനെ മനസ്സിലാക്കാതെ, അവനവന്റെ ശക്തിയെ മനസ്സിലാക്കാതെ പോയാൽ ആർക്കും ഈ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അവിടെ എനിക്കൊരു സംശയമാണ്, നമുക്ക് ആത്മാവുണ്ടോ? ആത്മാവുണ്ടോ? ഉണ്ട്. ഈ ആത്മാവിനാണ് ഒരു ശക്തികളുള്ളത്. ആത്മാവ് കാരണം ഇൻഫിനിറ്റി ബീയിങ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, നമ്മൾ ഇവിടെ തന്നെയുള്ള ആളുകളാണ്. അപ്പം അതൊരു നമ്മളിപ്പോൾ കാണുന്ന ബോഡിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായെങ്കിലല്ല അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി ആയിട്ട് പോകാൻ കഴിയും. കാരണം നമ്മുടെ ബോഡി നശിച്ചു പോകുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും. അപ്പൊ ആത്മാവ്, ഈ ആത്മാവിനൊരു പ്രത്യേക ശക്തികളുണ്ടോ? ആത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ആത്മാക്കൾക്കും, അങ്ങും ഞാനും എല്ലാ ആത്മാക്കൾ തന്നെയാണ്. അങ്ങിലും എന്നിലും എല്ലാം അപാരമായി, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അപാരമായ സ്കില്ലും ശക്തികളും ഉള്ളവരാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കർമ്മ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് നിരവധി ജന്മങ്ങൾ അനവധി ഗുരുക്കന്മാർ എന്നുള്ളൊരു പുസ്തകമുണ്ട്.
അത് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ പല പല ജന്മങ്ങൾ എടുത്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പാസ്റ്റ് കർമാസ്, പലരും പറയത്തില്ലേ കർമാസ്. ഈ കർമാസ് നമ്മളെ ചില വ്യക്തികളെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, മുൻജന്മം ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ, ഇങ്ങനെയുള്ള കർമാസിനെ മൊത്തവും നമുക്ക് പ്യൂരിഫൈ ചെയ്ത് നമ്മളെ ഇൻഫിനിറ്റീവ് ബീയിങ് ആയിട്ടുന്ന പ്രോസസ്സാണ് ആക്സസ്. അതായത് ആക്സസിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3 ദിവസം അവരോട് ഒരു കാര്യം ചെയ്യാൻ പറയും. ആ 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവരിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒരുപാട് വരും. വെച്ചാൽ അതൊക്കെ എൻ്റെയൊക്കെ ജീവിതം തന്നെ വലിയൊരു ഉദാഹരണമാണ്. ഈ ആത്മാവുണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഞാൻ ചോദിക്കാതെ, ഈ പ്രേതങ്ങൾ അത് തോന്നല. ഈ പ്രേതം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ നമ്മൾ അതായത് ഏത് വടക്ക് നോക്കിയന്ത്രം അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ലേ, ശ്രീനിവാസന്റെ സിനിമ. അദ്ദേഹം അതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് മനുഷ്യന്റെ മനസ്സുണ്ടാവുന്നത്. പക്ഷെ ആൾക്കാർ അതിനെ വേറെ രീതിയിൽ തമാശ രൂപേണയാണ് കണ്ടത്. ആക്ച്വലി ആ വാഴയിൽ ഒരു ഉണങ്ങിയ വാഴ കിടന്ന് ആടുന്ന കണ്ടിട്ട് ടോർച്ച് അടിച്ച് നോക്കുകയാണ്. എന്നിട്ട് പറയാം അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നോക്കുകയാണ്. ആക്ച്വലി അവിടെ വല്ലതും ഉണ്ടോ? പക്ഷെ അവിടെ ഒരു എനർജി ഇല്ലേ? എനർജി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. എന്നിലും അങ്ങയിലും ഈ ലൈറ്റിലും ഈ പറയുന്ന ക്യാമറയിലും എല്ലാത്തിനകത്തും എനർജി ഉണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. പ്രേതം ഇൻ ദ സെൻസ് അതൊരു നെഗറ്റീവ് എനർജി ആയിക്കൂടെ? ആക്സസിനകത്ത് നെഗറ്റീവോ പോസിറ്റീവോ ഇല്ല. നമ്മൾ പ്രേതം എന്നൊക്കെ പറയത്തില്ലേ, അതായത് ഒരു വ്യക്തിക്ക് പ്രേതം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ട്, പ്രേതം ഇല്ല എന്ന്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇന്ന് സംസാരിക്കുന്നു, അങ്ങേക്ക് പ്രേതം ഉണ്ടെന്ന് തോന്നുന്ന ഒരു തോട്ട് പ്രോസസ്സും എനിക്ക് പ്രേതം ഇല്ല എന്ന് തോന്നുന്ന തോട്ട് പ്രോസസ്സും ഒരേ ഇരുത്ത് തന്നെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല, അവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല, എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ? പക്ഷേ ചില ആളുകൾ അവരുടെ മാനസിക പ്രശ്നങ്ങളാകാം ഇങ്ങനെയുള്ള രൂപങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നത് പോലെ അവർ മരിച്ചുപോയ ആളുകളെ കാണുന്നു. ഇതെല്ലാം ഒരു തോന്നലാണ്, അതോ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചേക്കാം? കറക്റ്റ് ചോദ്യമാണ്. അതായത് ഈ തോന്നൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഡിപ്രഷൻ, സ്ട്രെസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത്, അതായത് എല്ലാ ക്രിയേറ്റിവിറ്റി, ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചരാചരങ്ങളുടെയും ക്രിയേറ്റിവിറ്റി നടക്കുന്ന തലച്ചോറിനകത്തുനിന്നാണ്. ഈ തലച്ചോറിനകത്തുള്ള കെമിക്കൽസ്, അല്ലാതെ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ കുറയുകയാണ്. കുറഞ്ഞു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അനാവശ്യമായ തോട്ട് പ്രോസസ്സുകൾ, അതായത് നമ്മുടെ സെൽസുകളുടെ ഡാമേജസ് വരുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊന്ന് കാല് മടിഞ്ഞു കഴിഞ്ഞാൽ കാല് നിലത്ത് കുത്താൻ പറ്റുമോ? കണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് മടിഞ്ഞു കഴിഞ്ഞാൽ, ആ കണ്ണ് മടിഞ്ഞു കഴിഞ്ഞാൽ ആ കാല് വെച്ച് നമുക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുമോ? പക്ഷെ അതിന്റെ തലേ ദിവസം വരെ നമ്മുടെ ഈ ഫുൾ ബോഡിയെ കൺട്രോൾ ചെയ്തത് ആരാ? നമ്മുടെ ഈ കാലല്ലേ. നമ്മളെ നടത്തിയത്, ഇരുത്തിയത്, നമ്മളെ വണ്ടി ഓടിപ്പിച്ചത്, ബൈക്ക് ഓടിപ്പിച്ചത് എല്ലാം ഈ കാലല്ലേ. പക്ഷെ കാലിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ട്? സെയിം മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ മൈൻഡിനെ നമ്മുടെ കൺട്രോളിൽ വരുതിയിൽ പെടുത്താതെ വന്നത്തോളം കാലം നമ്മൾ മറ്റ് അനാവശ്യമായ ചിന്തകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു നെഗറ്റീവ് ഫീൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുന്നത്? അത് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടാത്ത ഊർജ്ജമായതുകൊണ്ട്, ആ വ്യക്തി നമുക്ക് വേണ്ടാത്ത ഊർജ്ജമായതുകൊണ്ടാണ് നമുക്ക്, അതായത് പല കാര്യങ്ങളിലൂടെയും വരാം. നമ്മൾ ചില സ്റ്റാഫുകൾ എടുക്കുന്നത്, അങ്ങനെ പല കാര്യങ്ങളിലും എല്ലാം നമ്മുടെ ഈ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അതിലൊരു ഇലക്ട്രോണിക് മാഗ്നറ്റിക് എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. ഞാൻ സയന്റിഫിക് ആയിട്ട് പറയുന്നത് വെച്ചാൽ വേറൊന്നും കൊണ്ടുമല്ല, ഇതിന്റെ ശാസ്ത്രീയ തലം അറിയാത്തതുകൊണ്ടാണ് പലരും ഇതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരാത്തത്. അപ്പൊ ഇത് ശാസ്ത്രീയ തലം എന്ന് പറഞ്ഞാൽ അങ്ങും ഞാനും തമ്മിലുള്ള ഒരു സിങ്ക് കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാറുണ്ട്. എത്രയ്ക്കോ ഡൈവേഴ്സുകൾ അങ്ങനെ നടക്കുന്നത്. അതായത് ആ എനർജി കറക്റ്റ് ആകാത്തതുകൊണ്ട്, ബാലൻസ് ആകാത്തതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് ആക്സസിലൂടെ ഈ എനർജിനെ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റും, ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ നമുക്ക് ആക്സസ് പവർ ഉപയോഗിക്കാൻ കഴിയും? ഉറപ്പായിട്ടും കഴിയും. നമ്മുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ഉറപ്പായിട്ടും കഴിയും. എന്തും എങ്ങനെ അതിനകത്ത് അതായത് കുറെ പോയിന്റ്സ് ഉണ്ട്. അത് മണിക്കുണ്ട്, റിലേഷൻഷിപ്പിനുണ്ട്, അത് കണക്ടിവിറ്റിക്കുണ്ട്, അങ്ങനെ കുറെ പോയിന്റ്സുകളുണ്ട്. ആ പോയിന്റ്സുകൾ ടച്ച് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്ക് അത് വേണ്ടുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളിലേക്ക് പതിയെ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഈ ഹിപ്നോട്ടിസം പോലെ നമ്മൾ സജഷൻസ് കൊടുക്കുകയാണ്? സജഷൻസ് കൊടുക്കുന്നത് തന്നെയല്ല, സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ഇതാണ്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു പാർട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കാലാകാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന നമ്മുടെ തോട്ട് പ്രോസസ്സുകളെ എല്ലാം നമ്മൾ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന, നമുക്ക് എന്തും പ്രപഞ്ചത്തോട് ചോദിക്കാം.
നമ്മളിപ്പോൾ ഉദാഹരണം സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികളുടെയും സാഹചര്യത്തിൽ ചിലർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അവർ ഒരു 99% അവർ രാവിലെ എഴുന്നേൽക്കുന്നത് ആ വ്യക്തിക്ക് പൈസ കൊടുക്കണമല്ലോ എന്നൊരു ചിന്താഗതികളോടെ ആയിരിക്കും അവർ എഴുന്നേൽക്കുന്നത്. പക്ഷേ അന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഇവർക്ക് ഒരാൾ പൈസ കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. ആ കൊടുക്കാനുള്ള സമയത്ത് ഇയാൾ ഒരിക്കലും വിളിക്കാത്ത വ്യക്തികളായിരിക്കും ഇയാളെ പൈസയ്ക്ക് വേണ്ടി ആദ്യം പിന്നെ വിളിക്കുന്നത്. അന്നത്തെ ദിവസം മൊത്തം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? കാര്യം അയാൾ ആ ഒരു എനർജി അയാൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം എനർജിയാണ്. നമ്മൾ എനർജി ക്രിയേറ്റ് ചെയ്യുകയാണ് കറക്റ്റ്. എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതും വേണ്ടാത്തതും എല്ലാം നമ്മൾ സ്വയം നേടിയെടുക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു സംശയം, അപ്പൊ നമ്മൾ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് എനർജിയെ നമുക്ക് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്? എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മുമ്പ് ഒരു ഡിപ്രഷന്റെ കാര്യം പറഞ്ഞില്ലേ, പെട്ടെന്ന് ഒരു ആന്തൽ വന്നെന്ന് പറഞ്ഞില്ലേ വെയിറ്റ് ചെയ്യുന്നത്, അത് ക്രിയേറ്റഡ് അല്ലേ? അതെവിടുന്ന വന്നേ? അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതല്ലേ? അതാ പറയാ, അതൊക്കെ ക്രിയേറ്റഡ് അല്ലേ? എല്ലാം ക്രിയേറ്റഡ് ആണ്. സാമ്പത്തിക പ്രശ്നം ക്രിയേറ്റഡ് ആണ്, മാനസിക പ്രശ്നം ക്രിയേറ്റഡ് ആണ്, എല്ലാം ക്രിയേറ്റഡ്. എല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ തോട്ട് പ്രോസസ് ആണ്. എല്ലാം നമ്മുടെ ചിന്തകളാണ് നമ്മളെ കുഴപ്പിക്കുന്നത് മൊത്തം. ഈ ചിന്തകളെ നേരായ വഴിയിൽ കൊണ്ടുവന്ന് നല്ലൊരു പാറ്റേണിലേക്ക് നമ്മളെ കൊണ്ടുവന്ന്